നമ്മുടെ ട്രേഡ്സ്മാൻ ആർ എ സിയുടെ സിലബസ് വന്നിട്ടുണ്ട്. 135/2024 കാറ്റഗറി നമ്പർ. ഇതിൻ്റെ ഏകദേശം എല്ലാ വീഡിയോയും അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷനും നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ആർ എ സിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് പോയി നോക്കുക. എന്നിട്ട് ഇന്ന് മുതൽ തന്നെ പഠിക്കാൻ തുടങ്ങുക. 90 ഡേയ്സിന് നമുക്ക് മുന്നിലുണ്ട്. നല്ലൊരു പോസ്റ്റാണ്. സാലറി റേഞ്ച് വരുന്നത് മിനിമം 30 അപ് ടു 60-700 വരുന്നത്. ഇതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഫിറ്റിംഗ്, ഷീറ്റ് മെറ്റൽ, വെൽഡിങ് ഈ ഒരു കോമൺ മൊഡ്യൂളാണ്. സേഫ്റ്റി കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. അതിൽ സേഫ്റ്റിക്ക് 2 മാർക്കാണ്. നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻസ്, ഫസ്റ്റ് എയ്ഡ്, ഫയർ ഉണ്ട് കേട്ടോ. ഫയറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫയർ എക്സ്റ്റിങ്ഷണർ എന്തായാലും പഠിക്കണം നിങ്ങൾ. പിന്നെ PPE, ഫസ്റ്റ് എയ്ഡ്. രണ്ടാമത് ഫിറ്റിംഗ് 3 മാർക്കാണ്. ഫിറ്റിങ്ങിൽ ഹാൻഡ് ടൂളും പവർ ടൂൾസും പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മെയിൻ്റനൻസും പവർ ടൂൾസിൻ്റെ മെയിൻ്റനൻസും പറയുന്നുണ്ട്. പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീനും അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അപ്ലിക്കേഷൻ, മെയിൻ്റനൻസ് അതും പറയുന്നുണ്ട്. എന്നിട്ട് അടുത്തതാണ് നമ്മുടെ വേർണിയർ കാലിപ്പർ, മൈക്രോമീറ്റർ, വേർണിയർ ഹൈറ്റ് ഗേജ് തുടങ്ങിയ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇത് മാത്രം പോരാട്ടോ. പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റിൽ നിങ്ങൾ ഇതിലേക്കാട്ടിലും ആ ബുക്കിൽ പറയുന്ന എല്ലാം നിങ്ങൾ പഠിക്കണം. എന്നിട്ട് പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ് കെയർ ആൻഡ് മെയിൻ്റനൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത പാർട്ടാണ് ഷീറ്റ് മെറ്റൽ. 2 മാർക്കാണ്. അതിൽ ഷീറ്റ് മെറ്റൽ, അതിൽ ടിന്നഡ് ഷീറ്റ്, ബ്ലാക്ക് അയൺ ഷീറ്റ്, ആ ഷീറ്റുകളെ പറ്റി പഠിക്കണം. അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ ടൂൾസ്, അത്യാവശ്യം വാസ്റ്റ് വെറൈറ്റി ഓഫ് ടൂൾസ് ഉണ്ട്. സ്നിപ്സ് ഉണ്ട്, ഷിയേഴ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കണം. ആ സ്നിപ്പും ഷിയേഴ്സൊക്കെ അതിൻ്റെ പേര്, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ കട്ടിങ് അടിച്ച ആംഗിൾ, അതുപോലെ നമ്മുടെ സപ്പോർട്ട് സ്റ്റൂളാണെന്ന് അൻവിൽസ് അതിനെ പറ്റി പഠിക്കണം. സ്റ്റേക്സ്, പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ബെഞ്ച് പ്ലേറ്റ്, റിവോൾവിങ് ബെഞ്ച് പ്ലേറ്റ് അതെല്ലാം നിങ്ങൾ പഠിക്കുക. പിന്നെ റിവറ്റും ഷീറ്റ് മെറ്റൽ ജോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് സ്ഥിരമായി കണ്ടുവരാറുണ്ട്. അടുത്ത ടോപ്പിക്കാണ് വെൽഡിങ്. വെൽഡിങ് ടൂൾസ്, എക്യുപ്മെൻറ്റ് എന്തായാലും പഠിക്കണം. അടുത്തത് ഗ്യാസ് വെൽഡിങ്, ഓക്സി അസിറ്റീൻ വെൽഡിങ് എക്യുപ്മെൻറ്റും അതിൻ്റെ ആക്സറീസ്, ഓക്സിജൻ സിലിണ്ടർ, അതിൻ്റെ കളറ്, അതിൻ്റെ ഹോസിൻ്റെ കളറ്, അതിൻ്റെ ഹോസിൻ്റെ ത്രെഡ് ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ, അതുപോലെ തന്നെ നമ്മുടെ അസറ്റ്ലീൻ്റെ കേസും ഇതേ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ 2 സിലിണ്ടറിലും സ്റ്റോർ ചെയ്യുന്ന പ്രഷർ പഠിക്കണം. പിന്നെ അസറ്റ്ലീൻ എന്തിലാണ് സ്റ്റോർ ചെയ്യുക അത് പഠിക്കുക. പിന്നെ അസറ്റ്ലീൻ്റെ കുറച്ച് പ്രത്യേകതകൾ പഠിക്കുക. ഇനി അടുത്തത് ഗ്യാസ് വെൽഡിങ്, ഹാൻഡ് ടൂൾസ് ആൻഡ് സേഫ്റ്റി അപ്പിയേഴ്സ്. പിന്നെ ആർക്ക് വെൽഡിങ് ആക്സറീസ് പറഞ്ഞിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിങ്ങിൽ തന്നെ നമ്മൾ മെയിനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. അതിൽ ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, പിന്നെ ടിഗ് മിക്ക് അതിൽ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ് എന്നൊക്കെ സ്ഥിരമായിട്ട് ചോദ്യം കാണാറുണ്ട്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന വെൽഡിങ് മെത്തേഡ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് മൊഡ്യൂൾ ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിൽ AC മോട്ടോഴ്സും മോട്ടോർ സ്റ്റാർട്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കി നോക്കാം. ആദ്യം ബേസിക് ഇലക്ട്രിസിറ്റി എന്തായാലും ഉണ്ടാവും. പിന്നെ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അത് തന്നെ ഏറ്റവും നല്ല കണ്ടക്ടർ. പിന്നെ ഷോർട്ട് സർക്യൂട്ട്, പാരലൽ സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ട്, സീരീസ് സർക്യൂട്ട്. പിന്നെ ജോയിൻസ് ഇൻ കണ്ടക്ടർ, അതിൽ ടി ജോയിൻറ്റ് നമ്മൾ സാധാ ഉപയോഗിച്ച ആൾക്കാർക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അതും സ്ഥിരമായി ക്വസ്റ്റ്യൻ കാണാറുണ്ട്. പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അതിൽ എനർജി മീറ്ററിലെ ക്രീപ്പറാണ്. അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടു. അടുത്തത് എർത്തിങ്ങിൻ്റെ ISI നമ്പർ പഠിക്കണം. റോഡാണെങ്കിലും പിന്നെ പ്ലേറ്റ് ആണെങ്കിലും അതിൻ്റെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിക്കണം. പിന്നെ കണ്ടിന്യൂറ്റി ടെസ്റ്റിങ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്താണ് സിംഗിൾ ഫേസും 3 ഫേസ് മോട്ടോഴ്സും. ഇതിൽ കഴിഞ്ഞ JIയുടെ എക്സാമിനൊക്കെ ഒരുപാട് ചോദ്യം കണ്ടത്. ആ ഡയഗ്രാം എന്നൊക്കെ ചോദ്യം ചോദിച്ചിരുന്നു. കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ, ഇൻഡക്ഷൻ മോട്ടോർ, സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ, RSIR, അതുപോലെ CSIR, PSC, പെർമനൻറ്റ് കപ്പാസിറ്റർ എല്ലാം ജസ്റ്റ് ഇങ്ങനെ നോക്കുക കേട്ടോ. അടുത്ത എന്താണ് സെൻട്രിഫ്യൂജൽ സ്വിച്ച്? പേര് പോലെ തന്നെ നമ്മളെ സെൻട്രിഫ്യൂജൽ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് സ്വിച്ച് വർക്ക് ചെയ്യുക. അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നിങ്ങൾ നോക്കണം. പിന്നെ ഓരോ മോട്ടോറിൻ്റെയും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്. ഇനി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത മോട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ കേസ് പർട്ടിക്കുലറായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറും സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടോറും നോക്കണം. കോമൺ ഫോൾട്ട് നോക്കണം. ഇനി അടുത്ത മോട്ടോർ സ്റ്റാർട്ടേഴ്സ്, അതിൽ DOL
എത്ര എച്ച് പി വരെയാണ്, 5 HP വരെയാണ് DOL സ്റ്റാർട്ടർ ഉപയോഗിക്കുക. പിന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോർ സ്റ്റാർട്ടർ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി കോമൺ ഫാൾട്ട്, അതിനും കോമൺ ഫാൾട്ട് ഉണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോണിക്സ് എന്നുള്ളതാണ്. നമ്മുടെ എന്താണ് ആക്റ്റീവ് കമ്പൗണ്ട്, എന്താണ് പാസീവ് കമ്പൗണ്ട്, സിമ്പിൾ ടോപ്പിക്കാണ്. പിന്നെ റെസിസ്റ്റർ, കപ്പാസിറ്റർ, സെമി കണ്ടക്ടർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ. ഇതിൽ സെമി കണ്ടക്ടർ, ട്രാൻസിസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കി വെക്കുക. പിന്നെ റെക്ടിഫയർ, നമ്മൾ AC DC ആക്കാൻ ഉപയോഗിക്കുന്ന റെക്ടിഫയറിൽ തന്നെ ഹാഫ് വേവിൻ്റെ നമ്മുടെ എഫിഷ്യൻസി പഠിച്ചു വെക്കണം, അതിൻ്റെ 2 പ്രത്യേകതകൾ പഠിച്ചു വെക്കണം. അതുപോലെ ഫുൾ വേവ് റെക്ടിഫയർ, പിന്നെ സെൻറ്റർ ടാപ്പ് ഇതിൽ പറഞ്ഞിട്ടില്ല, ബ്രിഡ്ജ് റെക്ടിഫയർ, പിന്നെ സെനർ ഡയോഡ്, അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്റർ, ആംപ്ലിഫിക്കേഷൻ. പിന്നെ ട്രാൻസിസ്റ്റേഴ്സ് CB, കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ പഠിക്കണം. അടുത്ത ടോപ്പിക്കിലാണ് റാങ്ക് മേക്കിംഗ് ആയിട്ട് നമ്മൾ ഈ എക്സാമിന് വരിക. എന്താണ് ഫോട്ടോഡയോഡ്, എന്താണ് ഫോട്ടോ ട്രാൻസിസ്റ്റർ, മൾട്ടി വൈബ്രേറ്റർ, സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ, UJT, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതുപോലെ ICs എക്സെട്ര. ഇനി അടുത്ത 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമ്മുടെ ട്രേഡ് തുടങ്ങുന്നത് 4ാമത്തെ മൊഡ്യൂളിൽ നിന്നാണ്. അതിലൊന്നാമത്തെ റെഫ്രിജറേഷൻ ടൂൾസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതിൽ റെഫ്രിജറേഷൻ ടൂൾസ് ഏതൊക്കെയാണ്, പൈപ്പ് ബെൻഡർ മുതൽ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു തരണം. പൈപ്പ് ബെൻഡർ, പൈപ്പ് കട്ടറിൻ്റെ വീല്, എത്ര കട്ടിങ് വീലാണ്, എത്ര സപ്പോർട്ടിങ് വീലാണ്, അതെല്ലാം പഠിച്ചു വരിക. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷനും സ്പെസിഫിക്കേഷനും പഠിക്കണം. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് നോക്കുക. അതിന് തന്നെ ഈ ടൂളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 4 മാർക്കുണ്ട്. ഇനി അടുത്തത് ഫണ്ടമെൻറ്റൽസ് ഓഫ് റെഫ്രിജറേഷൻ. അതിൽ യൂണിറ്റ്, മാസ്, വെയിറ്റ്, വർക്ക്, പവർ, എനർജി, ഫോഴ്സ്, പ്രഷർ, ഹീറ്റ്. നമ്മുടെ റെഫ്രിജറേഷൻ്റെ ഫണ്ടമെൻറ്റൽസ് കംപ്ലീറ്റ്. എന്താണ് സൂപ്പർ ഹീറ്റിംഗ്, എന്താണ് ലാറ്റൻറ്റ് ഹീറ്റ്, എന്താണ് സെൻസിബിലിറ്റി, എന്താണ് ടെമ്പറേച്ചർ, എന്താ ബോയിലിംഗ് പോയിൻറ്റ്, ഫ്രീസിംഗ് പോയിൻറ്റ്, എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിൽ ആ മിനിമം 3 ലോ, പിന്നെ ലോ ഓഫ് പെർഫെക്റ്റ് ഗ്യാസിൻ്റെ ആ ലോയും കൂടി പഠിച്ചു വെക്കുക. ഇനി അടുത്തത് റെഫ്രിജറേഷൻ സിസ്റ്റം, 3 മാർക്കാണ്. ഐസ് റെഫ്രിജറേഷൻ, നമ്മൾ പണ്ട് മീനിൻ്റെ പരിപാടിയൊക്കെ ചെയ്തിരുന്നില്ലേ, ഐസ് ഇട്ടിട്ട് അതിൽ ഉപയോഗിക്കുന്ന ഐസിൻ്റെ കളർ എന്താണ്, എങ്ങനെയാണ് ഐസ് ഉണ്ടാവുക, ഐസിൻ്റെ ആ റെഫ്രിജറേഷൻ വർക്ക് ചെയ്യുക, അത് നോക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ ഡ്രൈ ഐസ് ഇല്ലേ, സോൾഡിഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ എത്ര വരെ താഴാം, അത് ഏതിലൊക്കെയാണ് ഉപയോഗിക്കുക, അതെല്ലാം നോക്കി വെക്കുക. പിന്നെ ആ ഡ്രൈ ഐസ് സോൾഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ഗ്യാസ് സ്റ്റേറ്റിലേക്കാണ് പോവുക അല്ലേ, അതിനെ വിളിക്കുന്ന പേരെന്താണ്, സബ്ലിമേഷൻ ആണോ അല്ലേ എന്നൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇനി വാട്ടർ വേപ്പർ റെഫ്രിജറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ വർക്കിംഗ് ഓഫ് ലിക്വിഡ് ഗ്യാസ് റെഫ്രിജറേഷൻ, അതുപോലെ തന്നെ ഇവാപ്പറേറ്റീവ് റെഫ്രിജറേഷൻ, സ്റ്റീം ജെറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തെർമോ ഇലക്ട്രോണിക് റെഫ്രിജറേഷൻ, റാങ്ക് മേക്കിംഗ് ചോദ്യം കണ്ടിട്ടുണ്ട് ഇന്ന്. പിന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള വേപ്പർ അബ്സോർപ്ഷൻ, വേപ്പർ കംപ്രഷൻ, ഇത് രണ്ടും സിമ്പിളാണ്. കാരണം നമ്മൾ കോമൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ 2 സിസ്റ്റത്തിലാണ്. അതിൽ തന്നെ എന്താണ് സബ് കൂളിംഗ്, സൂപ്പർ ഹീറ്റിംഗ്, അതെല്ലാം നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ COP, എന്താണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ, പിന്നെ അതിൻ്റെ എല്ലാം പ്രഷർ എൻതാൽപ്പി, ടെമ്പറേച്ചർ എൻട്രോപ്പി, അതെല്ലാം നിങ്ങൾ ആ ഡയഗ്രാംസ് എല്ലാം നിങ്ങൾ നോക്കി വെക്കുക. വീഡിയോസ് നമ്മുടെ JIക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡിസംബറിൽ കുറച്ച് JIയുടെ എക്സാം വരുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഏതൊക്കെ സ്കിപ്പായി ഏത് ടോപ്പിക്കാണ് സ്കിപ്പായിട്ടുള്ളത് അതിൽ നിന്നും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് കംപ്രസറിൽ നമ്മൾ AC ഉപയോഗിക്കുന്ന എല്ലാ ടൈപ്പ് കംപ്രസറും ഉണ്ട്. റെസിപ്രോക്കേറ്റിംഗ്, റോട്ടറി, സ്വാഷ് പ്ലേറ്റ് വരുന്നുണ്ട്. ഓക്കെ ആണോ? സ്വാഷ് പ്ലേറ്റ് നമ്മൾ ഓട്ടോമൊബൈൽ കംപ്രസർ അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോ ഷോർട്ടായിട്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് വോളിയമെട്രിക് എഫിഷ്യൻസി, കപ്പാസിറ്റി കൺട്രോള്, പിന്നെ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ്, കംപ്രഷൻ റേഷ്യോ ഇത് നോക്കുക. പിന്നെ കംപ്രസർ ലൂബ്രിക്കേഷൻ, ഏതൊക്കെ കംപ്രസറിലാണ് ലൂബ്രിക്കേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കണം. പിന്നെ ടൈംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓയിൽ സെപ്പറേറ്റർ എവിടെ ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ അടുത്തത് കണ്ടൻസർ, ഓരോ കമ്പൗണ്ടും കേട്ടോ. കണ്ടൻസർ എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, എയർ കൂൾഡ്, വാട്ടർ കൂൾഡ്, ഇവാപ്പറേറ്റീവ് ടൈപ്പ് കണ്ടൻസർ നോക്കണം. പിന്നെ ലിക്വിഡ് റിസീവർ, ഡ്രയർ, ഇതെല്ലാം ഈ കണ്ടൻസർ എന്നുള്ള ടോപ്പിക്കിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എന്താണ് ഡെസിക്കൻ്റ്, അത് നോക്കുക. അടുത്ത് കൂളിംഗ് ടവർ നല്ല ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, പഠിക്കാൻ നല്ല രസമുള്ളൊരു ടോപ്പിക്കാണ് കൂളിംഗ് ടവർ. അതിൻ്റെ ടൈപ്സ് ഓഫ് കൂളിംഗ് ടവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അപ്രോച്ച്, റേഞ്ച്, എഫിഷ്യൻസി നല്ലൊരു ടോപ്പിക്കാണ്. പിന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ്, അപ്രോച്ച്, റേഞ്ച്, എഫിഷ്യൻസി, അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. എത്രത്തോളം തണുപ്പുള്ളതെന്ന് വരുന്നുണ്ട്, അത് എത്ര നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുള്ളൂ, അതിനെന്ത് വിളിക്കും, അപ്രോച്ചാണോ, റേഞ്ചാണോ, എഫിഷ്യൻസി ആണോ എന്നൊക്കെ വിളിക്കും. ഇനി എക്സ്പാൻഷൻ വാൽവിലെല്ലാം പഠിക്കണം കേട്ടോ.
TXV പഠിക്കണം, AXV പഠിക്കണം, പിന്നെ നമ്മുടെ ലെവൽ മാസ്റ്റർ കൺട്രോൾ പഠിക്കണം, കാപ്പിലറി ട്യൂബ് നമ്മൾ പഠിക്കണം. അടുത്തത് ഇവാപ്പറേറ്ററിൽ അതിലും ഡീഫോസ്റ്റിംഗ് വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? പിന്നെ അക്കുമുലേറ്റർ, ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇതിന് അത്യാവശ്യം നല്ല മാർക്കിനുണ്ട്. അത്യാവശ്യം 2, 3, 5 അത്യാവശ്യം നല്ല മാർക്കിനുണ്ട് ഈ മൊഡ്യൂൾ 5 നിന്ന്. അടുത്ത മൊഡ്യൂൾ 6 റെഫ്രിജറൻറ്റ്. ഈ റെഫ്രിജറൻറ്റൊക്കെ നമ്മൾ എങ്ങനെയാണ് കോമൺ ആയിട്ട് നെയിം ചെയ്യുക എന്നുള്ള ആ വീഡിയോ ഒക്കെ നല്ലോണം ഹോംവർക്ക് ചെയ്ത് ഉണ്ടാക്കിയ വീഡിയോ ആണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആ റെഫ്രിജറൻറ്റിൻ്റെ വീഡിയോ ആദ്യം കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ഒന്ന് കാണാൻ നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാം സിമ്പിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക, എല്ലാവരും എക്സാം എഴുതാൻ തുടങ്ങുക. ഇനി അടുത്തത് എന്താണ് ODP, GWP, പിന്നെ നമ്മുടെ നമ്പറിങ് ഓഫ് റെഫ്രിജറൻ്റ് ആണ് ഞാൻ മെയിനായിട്ട് വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സിലിണ്ടർ കളർ കോഡിംഗ് ഉണ്ട്. പിന്നെ ലീക്ക് ഡിറ്റക്ഷൻ മെത്തേഡ്, നമ്മൾ സൾഫർ കാണ്ടിൽ, പിന്നെ ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ഷൻ മെത്തേഡ്, അതെല്ലാം നോക്കുക. പിന്നെ അടുത്തത് റെഫ്രിജറേഷൻ. അതിൽ ഡയറക്റ്റ് കൂളുണ്ട്, ഫോഴ്സ്ഡ് ഫ്രീഞ്ച്, ഇൻവേർട്ടർ റെഫ്രിജറേഷൻ, ഇൻവേർട്ടർ ഉണ്ട്. ഓക്കെയാണ് വിചാരിക്കുന്നത്. അടുത്തത് വാട്ടർ കൂളർ, വാട്ടർ ഡിസ്പെൻസർ, അതിലെല്ലാം ടെസ്റ്റിങ്. ഇത്രയും കാര്യങ്ങൾ സിലബസ് അവർ തന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഡീറ്റെയിൽ ആയി തന്നിട്ടുണ്ടെന്നുള്ളൂ. വലിയ വാസ്റ്റ് സിലബസാണ്, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തത് മൊഡ്യൂൾ 7 വാട്ടർ കൂളർ, വിസിബിൾ കൂളർ, ബോട്ടിൽ കൂളർ, അതുപോലെ ഡീപ് ഫ്രീസർ, ഐസ് ക്യൂബ് മെഷീൻസ്, ഇതെല്ലാം നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷനാണ് അല്ലേ, AC അപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം, അല്ലെങ്കിൽ റെഫ്രിജറേഷൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ഇനി അടുത്തത് വിൻഡോ AC. ഇപ്പോൾ റെഫ്രിജറേഷനെ കഴിഞ്ഞ് അപ്പോൾ അടുത്തത് എയർ കണ്ടീഷനിങ് ആണ്. വിൻഡോ AC ഉണ്ട്, സ്പ്ലിറ്റ് AC ഉണ്ട്, അതുപോലെ ഇൻവെർട്ടർ ഉണ്ട്, മൾട്ടി സ്പ്ലിറ്റ് AC ഉണ്ട്. ലാസ്റ്റാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ മെഷീൻസ്. ഐസ് കാൻഡി പ്ലാന്റ്, ഐസ് പ്ലാന്റ്, വാക്യൂം കൂളർ എന്താണ്, റീച്ചിങ് ടാബ്ലറ്റ് ആണ്, കോൾഡ് സ്റ്റോറേജ് ആണ്. ഇത് അത്യാവശ്യം മാർക്കുണ്ട് കേട്ടോ. കോൾഡ് സ്റ്റോറേജിനെല്ലാം മാർക്കുണ്ട്. ഐസ് കാൻഡി പ്ലാന്റിനൊക്കെ കുറച്ച് മാർക്കുള്ളൂ. നിങ്ങൾ മാർക്കും കൂടി ജസ്റ്റ് നോക്കി നോക്കുക. ഈ സൈക്കോമെട്രി ഒക്കെ നമ്മൾ ഈ വീഡിയോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 4 മാർക്കാണ് ആ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും 4 മാർക്ക് കിട്ടും. നിങ്ങൾ നോക്കി നോക്കുക. ഇനി അടുത്തത് നമ്മുടെ സെൻട്രൽ AC ഉണ്ട്, പാക്കേജ് AC ഉണ്ട്. പിന്നെ ഡക്റ്റിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ എയർ ഫിൽറ്റേഴ്സ് ടൈപ്സ് പഠിക്കാനുണ്ട്, അതിലെ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ഇലക്ട്രോണിക് ടൈപ്പ് എയർ ഫിൽറ്റേഴ്സ് എന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ ഓട്ടോമൊബൈൽ AC നിങ്ങൾ പഠിക്കുമ്പോൾ നോക്കിക്കോ, 1 മാർക്കാണ് ഇതിന്. കാർ AC നമുക്ക് സിമ്പിളാണ്. മൊബൈൽ ACയിൽ ബസ്സും ട്രെയിനും ഉണ്ടല്ലേ, അതിൽ ആ ട്രെയിനിൻ്റെ കേസ് സിമ്പിളാണ്, പക്ഷേ വാസ്റ്റ് ടോപ്പിക്കാണ്ട് 1 മാർക്കാണുള്ള കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ 3 ഡേയ്സ്, ഏകദേശം 90 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ അവസാനം ഇടാം. എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.